നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മെയ് 19 ചൊവ്വാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. തൊഴിൽ രംഗത്ത് മികച്ച വിജയവും സാമ്പത്തിക ലാഭവും കൈവരിക്കാൻ സാധിക്കുന്ന ശുഭദിനമാണിത്. പുതിയ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ യോഗമുണ്ട്. സർക്കാർ തലത്തിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർക്ക് അത് അനുകൂലമായി ലഭിക്കാൻ വലിയ സാഹചര്യമൊരുങ്ങും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. തൊഴിൽപരമായി ദീർഘനാളായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറി ഉന്നത ജോലിയിൽ പ്രവേശിക്കാൻ അവസരം ലഭിക്കും. അപ്രതീക്ഷിതമായി ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് വലിയ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. ശിരോസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ആരോഗ്യകാര്യത്തിൽ നിന്ന് പ്രത്യേകം കരുതലെടുക്കുക. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ധനനേട്ടവും കാര്യപ്രാപ്തിയും അനുഭവപ്പെടുന്ന അനുകൂല ദിവസമാണിത്. നല്ല ഭക്ഷണ സുഖം ലഭിക്കും. പുതിയ ആഭരണങ്ങൾ വാങ്ങാനും അവിവാഹിതർക്ക് നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്താനും യോഗമുണ്ട്. സമൂഹത്തിലെ വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടാനും അവരിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കാനും അവസരം ഉണ്ടാകും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങളോ ഉറക്കക്കുറവോ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണിത്. രക്തസമ്മർദ്ദമോ ഉദരസംബന്ധമോ ആയ ബുദ്ധിമുട്ടുകളോ ഉള്ളവർ കൃത്യസമയത്ത് മരുന്നുകൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യരുത്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദീർഘനാളായി കാത്തിരുന്ന അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. നല്ല സുഹൃത്തുക്കളെ ലഭിക്കാനും സാമ്പത്തികമായി മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ബിസിനസ് രംഗത്ത് മികച്ച പുരോഗതിയും ലാഭവും ദൃശ്യമാകുന്ന ദിവസമാണിത്. കാര്യങ്ങൾ സുതാര്യമായും വ്യക്തമായും അവതരിപ്പിക്കുന്ന ശൈലിയിലൂടെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും. അനാവശ്യമായ അപവാദ പ്രചാരണങ്ങൾ നിഷ്ഫലമായി തീരും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. അമിതമായ ആത്മവിശ്വാസം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുത്തിവെക്കാൻ സാധ്യതയുള്ളതിനാൽ നിയന്ത്രണം പാലിക്കുക. ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആമാശയ സംബന്ധമായ ആരോഗ്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം. ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുള്ളതിനാൽ ക്ഷമയോടെ പെരുമാറുക. സാഹചര്യങ്ങൾ മൂലം കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കേണ്ട അവസ്ഥ ഉണ്ടായേക്കാം. സഹോദരങ്ങൾ തമ്മിലുള്ള വാക്കുതർക്കങ്ങൾ നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാതെ വിവേകത്തോടെ കൈകാര്യം ചെയ്യുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ബന്ധുജന സമാഗമം വഴി ഭവനത്തിൽ സന്തോഷം നിറയുന്ന ദിവസമാണിത്. നല്ല ഭക്ഷണ സുഖവും ധനലാഭവും പ്രതീക്ഷിക്കാം. പ്രണയിതാക്കൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുമായുള്ള വിവാഹത്തിന് കുടുംബാംഗങ്ങളുടെ പൂർണ്ണമായ സമ്മതവും പിന്തുണയും ലഭിക്കാൻ അനുകൂല സാഹചര്യമുണ്ട്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ പുരോഗതിയും വിജയവും കൈവരിക്കാൻ സാധിക്കുന്ന ദിവസമാണിത്. ആരോഗ്യസ്ഥിതി മികച്ചതായിരിക്കും. പോലീസ്, പട്ടാളം, മറ്റ് സാഹസിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രശസ്തിയും ഉന്നത സ്ഥാനമാനങ്ങളും തേടിയെത്തും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ശത്രുദോഷങ്ങൾ അലട്ടാൻ ഇടയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും അതീവ ജാഗ്രത പുലർത്തേണ്ട ദിവസമാണിത്. നിയമപരമായ തർക്കങ്ങളിലോ കോടതി കേസുകളിലോ ചെറിയ തിരിച്ചടികൾക്ക് സാധ്യത കാണുന്നു. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ലോണുകൾ എടുക്കുമ്പോഴോ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഏർപ്പെടുമ്പോഴോ ചതിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അതീവ ശ്രദ്ധ പുലർത്തുക. ഭക്ഷ്യവിഷബാധ പോലുള്ള അസ്വസ്ഥതകൾക്ക് സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ കൃത്യമായ ശുചിത്വവും മുൻകരുതലും ആവശ്യമാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.